പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്തിയാലിൽ ബി.ജെ.പിയിൽ ചേർന്നു. 34 വർഷമായി സജീവ CPIM പ്രവർത്തകനും ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള പദവികൾ വഹിക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാവുകയും ചെയ്ത ജോർജ് മാത്യു അത്തിയാലിലാണ് ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജോർജ് മാത്യുവിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് സീറ്റുകൾ തുല്യമായി വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ജനപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് CPM അംഗമായ ജോർജ് മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വിഷയം ചർച്ച ചെയ്യുകയും PC ജോർജിന്റെ പിന്തുണ വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് ജോർജ് മാത്യുവിനോട് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജോർജ് മാത്യു വഴങ്ങിയില്ല. തുടർന്ന് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. കോൺഗ്രസ് പിന്നീട് അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും BJPയിലേക്ക് ചേക്കേറിയ ജനപക്ഷത്തിന്റെ പിന്തുണ അപ്പോഴും ജോർജ് മാത്യുവിന് ഒപ്പമായിരുന്നു. കഴിഞ്ഞ 5 വർഷവും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ജോർജിനായി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, മിനർവ മോഹൻ എന്നിവരും പങ്കെടുത്തു. ഇതാ കോട്ടയം ജില്ലയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള വ്യക്തി, കഴിഞ്ഞ 34 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടിയുടെ നീതിപൂർവമല്ലാത്ത പ്രവർത്തനത്തിൽ മനം വന്ന് പാർട്ടിയിൽ നിന്നിപ്പോ രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുന്ന നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്തിയാലിനെ ആദരപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരുവനന്തപുരം നോർത്ത് ജില്ലയിൽ നിന്ന് മറ്റൊരു സുപ്രധാന വ്യക്തി കൂടി